അബിയ കമ്പനിയിൽ ഒരു തൊഴിലാളിയാക്കിയപ്പോ നിന്നെ ആദർശേട്ടനെ ഏൽപ്പിച്ചതേ 3 ബ്രാഞ്ചാ. അത് നിന്റെ മുത്തച്ഛന്റെയും വല്യച്ഛന്റെ ഒക്കെ അറിവോടെ തന്നെയാ. അങ്ങനെയുള്ളപ്പോ നീ അവരോട് നീതി പുലർത്തണ്ടേ അനി. ഞാൻ കമ്പനി പോണമെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നല്ലേ നീ പറഞ്ഞു വരുന്നേ? നിനക്കറിയാവോ, ഈ കഴിഞ്ഞ ഓണത്തിന് എന്റെ ബ്രാഞ്ചാ മുന്നിലെത്തിയത്. ഏറ്റവും കൂടുതൽ സെയിൽ നടന്നതും അവിടെയാ. അത് നിന്റെ മിടുക്കൊണ്ടാണോ? എടാ, ആദർശേട്ടന്റെ മേൽനോട്ടത്തില് ആ ബ്രാഞ്ചിലെ സ്റ്റാഫുകൾ നന്നായി പണിയെടുത്തതുകൊണ്ടാ സെയിൽ കൂടിയത്. അല്ലാതെ ഓണ സെയിൽ നടന്നപ്പോ നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയായിരുന്നോ? എങ്ങനെ എത്തി നോക്കാന്? ആ സമയത്ത് എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നല്ലോ. എന്നെ എന്റെ വീട്ടുകാരെയും കൊല്ലാനായിട്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്ന് മാത്രമല്ല, നീ എനിക്ക് തരുന്ന ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പോ നാളെ മുതൽ നീ ജ്വല്ലറിയിലേക്ക് പോവോ? എന്തിനാ നാളെ ആക്കുന്നേ? ഇന്ന് തന്നെ പോവാം. ആദർശേട്ടനെ മുത്തച്ഛനെയൊക്കെ ഇനി ഒന്ന് ഞെട്ടിക്കാം. ഈ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്റെ കഴിവ് തെളിയിക്കാനാ എന്റെ ശ്രമം. ഞാനൊരു MBA കാരനാണ്. ഡിഗ്രി തലേടയാക്കി കിടന്ന് ഉറങ്ങിട്ടേ കാര്യമൊന്നുമില്ല മോനെ. ഏറ്റവും കൂടുതൽ വേണ്ടത് പരിചയം. പക്ഷേ ബിസിനസിന്റെ തിരക്കിനിടയിലും എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പോ കാണാനുള്ള അവസരം നീ ഉണ്ടാക്കി തന്നാ മതി. എപ്പോഴും കാണണമെന്ന് തോന്നും, അതല്ലേ പ്രശ്നം. ബിസിനസും തിരക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയം കിട്ടില്ല. എന്റെ കാര്യം നിനക്കറിയാലോ, ഡോക്ടർമാരും പോലീസുകാരും ഒരുപോലെയാ. എപ്പോ വിളിച്ചാലും ഓടിയെത്തിയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം കാക്കൊക്കെ കഴിച്ചു വെച്ചിട്ട് എന്റെ കൂടെ കമ്പനിയിലേക്ക് വരാൻ. അതിന് നമ്മുടെ കല്യാണം കഴിയട്ടെ. അതിനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതിന്റെ ഇടയ്ക്കാ ഇരട്ടത്താപ്പോയിട്ട് ഒരുത്ത് വന്നിരിക്കുന്നത്, ഒരു പകൽമാനിയൻ. അയാളുടെ കാര്യത്തില് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അമ്മയെ അച്ഛനൊക്കെ അയാൾ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തിരിക്കുക. മാത്രമല്ല ആദർശേട്ടനെ പോലും അയാൾ കുപ്പിലാക്കി കഴിഞ്ഞു. പക്ഷേ എന്റെ മനസ്സ് കവർന്നെടുക്കാനൊന്നും അയാൾക്ക് കഴിയില്ലടാ. അത് അവന്റെ ബൈക്കാണല്ലോ. നീയുടെ പുറകിലിരിക്കുന്നതാരാ? അത് അവന്റെ ഏതെങ്കിലും കൂട്ടുകാരായിരിക്കും. കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ നോക്കണം. അവളാവാനാ സാധ്യത. അതൊക്കെ ഇനി നമ്മൾ നോക്കണം മോളെ. നോക്കണം. കെട്ടാൻ പോവില്ലേ ആ CI? ആ ബന്ധത്തിന് ഇവനൊരു തടസ്സമാണെന്ന് അയാൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോ നമ്മൾ കാണുന്ന കാര്യങ്ങൾ CIയെ അറിയിക്കണ്ടേ അച്ഛാ? CIയെ ചൂടുപിടിപ്പിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് പുറകിലിരിക്കുന്നത് ആരാണെന്ന് നോക്കണമെന്ന്. അവനും അവളും തമ്മിൽ അടുപ്പമുണ്ടെങ്കിൽ CIയുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഡ്യൂട്ടിക്ക് പോലും പോകാതെ അവൾ അവനൊപ്പം ചുറ്റുവാ. അതൊന്ന് മൊബൈലിൽ പകർത്ത്. അതൊക്കെ നമുക്ക് കോടതിയിൽ ചിലപ്പോൾ പ്രയോജനപ്പെടും. അവള് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വശക്കേടാ. നേരെ പാഞ്ഞു വന്ന് കാറിൽ നിന്ന് വലിച്ചിറക്കി നമ്മൾ രണ്ടിനെയും തല്ലും. അല്ലെങ്കിൽ തല്ലട്ടെ, ഇവിടൊക്കെ CCTV ഉണ്ടല്ലോ. അതും നമുക്ക് തെളിവല്ലേ? ഇത്രയധികം അവർ തമ്മിൽ അടുപ്പമുള്ള സ്ഥിതിക്ക് ആ CIയുടെ ആഗ്രഹം നടക്കുമോ മോളെ? നടക്കണം അച്ഛാ. അവൾ ആരുടെ ഭാര്യ ആയാലും ഇവനൊപ്പം ജീവിക്കരുത്. എനിക്ക് അത്രേ ഉള്ളൂ. മോളുടെ അതേ ആഗ്രഹം തന്നെ എനിക്കും. കണ്ടില്ലേ മോളെ, നടക്കുന്നതൊക്കെ കണ്ടോ? പകർത്തിക്കോ. ഇതൊക്കെ കണ്ട് CIയുടെ മനസ്സ് തിളക്കണം. എന്നാലേ അനിയെ ജയിലിൽ കിടത്താൻ അവന് വാശിയുണ്ടാകും. വേണ്ട, ഞാനും ശമ്പളക്കാരിയാ. നീ എനിക്ക് വേണ്ടി ഒരുപാട് പൈസ മുടക്കിയില്ലേ? ഈ ജ്യൂസിന്റെ പൈസ എങ്കിലും ഞാൻ കൊടുക്കാം. ശരി,